നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. നമ്മുടെ കേരളത്തിന്റെ അസറ്റ് എന്താണെന്ന് അറിയാമോ? പ്രവാസികൾ തന്നെയാണ്. അപ്പൊ ഗൾഫിൽ നിന്നും പ്രവാസികൾ പലപ്പോഴും അവരുടെ ഒരു റിട്ടയർമെന്റ് സമയമാകുമ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചു വരും. ചിലർ 4-5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. കാരണം അവർ ഉള്ള കാശൊക്കെ അപ്പോൾ നാട്ടിലേക്ക് അയച്ച് ഫാമിലിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി, ചിലപ്പോൾ ഫാമിലിയിൽ വീടോ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ടാവും, കടങ്ങളൊക്കെ ഉണ്ട് തീർത്തിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോൾ അവർ സാധാരണ ഇവിടുന്ന് പോയതുപോലെ തന്നെയാണ് തിരിച്ചു വരും. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊരു ബിസിനസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. 30 ലക്ഷം രൂപ 15% സബ്സിഡിയോട് കൂടിയിട്ട് നിലവിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഒരു 3% കുറഞ്ഞിട്ടും കിട്ടും. ആ രീതിയിൽ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നോർക്ക റൂട്ട്സ് ആണ്. നോർക്ക റീഹാബിലേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. പ്രധാനമായിട്ടും തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതിയാണ് മെയിൻ ആയിട്ട്. എല്ലാവർക്കും അത് അറിയുന്ന ഒരു കാര്യം, നോർക്കയുടെ പദ്ധതികളെ കുറിച്ച് അറിയുന്നതായിരിക്കും. ബട്ട് എന്നിരുന്നാലും ഈ 30 lakh rupees കിട്ടുമോ, അല്ലെങ്കിൽ 15% സബ്സിഡി കിട്ടുമോ, 3% കുറഞ്ഞു കിട്ടുമോ, അതൊന്നും വിശദമായിട്ട് അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോർക്കയിലൊന്നും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ നോർക്കയിലൊക്കെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട്, ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള സപ്പോർട്ടുകളും ഫൈനാൻസ് പരമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും തിരിച്ചു വരേണ്ടി വരുമല്ലോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അന്നേരം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫണ്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും, എല്ലാം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ പോലും. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം, ചെറുതല്ല, ഒരു 30 lakh rupees അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നാണ് വായ്പ ലഭ്യമാക്കുന്നത്. സർക്കാരിന്റെ സൗജന്യ സബ്സിഡി ആനുകൂല്യം കിട്ടും. അതായത് ഈ 15% നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയാണ് പ്രോജക്റ്റിനകത്ത് വരുന്നത്. അനുയോജ്യമായിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ബെസ്റ്റ് ബിസിനസ് ഐഡിയകൾ. ഒന്ന്, കൃഷി, അഗ്രികൾച്ചർ, ഫാമിംഗ് പരിപാടി ചെയ്യാം. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഡയറി ഫാം നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ പോളി ഹൗസ് ഫാമുകൾ, ആട് ഫാം നിങ്ങൾക്ക് ചെയ്യാം, കോഴി വളർത്തൽ ചെയ്യാം, പോളിട്രി ഫാംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഫാമുകളൊക്കെ, അഗ്രികൾച്ചറൽ ഫാംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂൺ കൃഷി, അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് അഗ്രികൾച്ചറലുമായി ബന്ധപ്പെട്ട്, ഫാമിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐഡിയകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2, ഉൽപാദനം, മാനുഫാക്ചറിംഗിൽ ഈ ഫുഡിന്റെ പ്രോസസിംഗ് പരിപാടികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഫുഡൊക്കെ എക്സ്പോർട്ട് ചെയ്യാം, പ്രോസസിംഗ് ഒക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം. ഫുഡ്, പല ടൈപ്പുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഒരു തരത്തിൽ ഡ്രൈ ആക്കിയിട്ട് പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിനെ പീസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് കവറിലാക്കിയിട്ട് കൊടുക്കും. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പഴയ പോലെ ആവുന്ന രീതിയിൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാം. അതേപോലെ ഫുഡ് തന്നെ, ഇപ്പൊ ഓണസദ്യയൊക്കെ ഇതേപോലെ പാക്കറ്റിലാക്കിയിട്ട് ഒരുപാട് കൊടുത്തിരുന്നു. പാക്കറ്റിലാക്കിയിട്ട് അപ്പൊ കുറെ ദിവസം നിൽക്കും, 30 days ഒക്കെ നമുക്ക് നിൽക്കും. എനിക്കൊന്നും അതിനേക്കാൾ കൂടുതൽ 6 months ഒക്കെ നിൽക്കും തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ആൾക്കാരൊക്കെ ബിസിയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കണമെന്ന് പലർക്കും സാധിക്കണമെന്നില്ല. അപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് ഇൻസ്റ്റന്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സിൽ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതേപോലെ ബേക്കറി കാര്യങ്ങൾ ചെയ്യാം, ഫർണിച്ചർ നിങ്ങൾക്ക് ചെയ്യാം, കറി പൗഡർ കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ്, ഇതൊക്കെ ഉൽപാദന മേഖലയിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് സേവന മേഖലയാണ്. സേവന മേഖലയിൽ വർക്ക്ഷോപ്പുകൾ, ഇതൊന്നും ഒട്ടുമിക്ക പ്രവാസികൾ വർക്ക്ഷോപ്പുകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. പല ടൈപ്പ്, കാറിന്റെ വർക്ക്ഷോപ്പ്, ബൈക്കിന്റെ വർക്ക്ഷോപ്പുകൾ, അതിൽ പെയിന്റിംഗ് ആൻഡ് ഡെന്റിങ് മാത്രം ചെയ്യുന്നവർ, ഇലക്ട്രിക്കൽ മാത്രം പാർട്ടി ചെയ്യുന്നവർ, ടയറിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന, അങ്ങനെ പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാം. ടാക്സി, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഒക്കെ ഇപ്പൊ അത്ര വലിയ സജീവമൊന്നുമില്ല. കാരണം ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം അതൊക്കെ പോയി. ഇപ്പൊ ആൾക്കാർ ഒരു ഫോൺ വാങ്ങിച്ച് അത് മോശമായി കഴിഞ്ഞാൽ അടുത്ത ഫോൺ വാങ്ങിക്കും. ഓട്ടോമാറ്റഡ് ആയിട്ട് ആ ഫോൺ പഴയത് ഒരു 3-4 കൊല്ലം, അപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സാണ്. പഴയ ഫോൺ വീട്ടിലെ പിള്ളേർക്ക് വർഗ്ഗങ്ങൾ കളിക്കാൻ കൊടുക്കും, അങ്ങനെയുള്ള സംഭവം. റിപ്പയറിംഗ് എന്ന് പറഞ്ഞതിന് താരതമ്യേന കുറഞ്ഞു വരികയാണ് മൊബൈൽ റിപ്പയറിംഗ്. പകരം ഈ പറഞ്ഞ കാറിന്റെ ആണെങ്കിലും ബൈക്കിന്റെ ആണെങ്കിലും റിപ്പയറിംഗ് ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, വർക്ക്ഷോപ്പുകൾ, അതൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. ഇതൊക്കെ എപ്പോഴും സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ. അതേപോലെ തന്നെ സലൂൺ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ്. എല്ലായിടത്തും സലൂണിന്റെ ഒരു ആവശ്യകത വരും. സലൂണൊന്നും ഇല്ലാത്തൊരു, ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ബിസിനസ് അല്ല. കാർ വർക്ക്ഷോപ്പ്, ബൈക്ക് വർക്ക്ഷോപ്പ്, സലൂണുകളൊക്കെ. ഓക്കെ. അടുത്തതാണ് 4th വൺ, കച്ചവടം, ട്രേഡിംഗ് എന്ന് പറയും. സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക, ചെറിയ ടെക്സ്റ്റൈൽ തുടങ്ങുക, ഹാർഡ്വെയർ ഷോപ്പുകൾ തുടങ്ങുക, ചെറിയ പരിപാടികളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ നല്ലൊരു മോഡൽസ് ആണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നോർക്ക രജിസ്ട്രേഷൻ വേണം. അത് എല്ലാവർക്കും എടുക്കണം. ഈ നോർക്കയുടെ രജിസ്ട്രേഷൻ അവരുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം. രണ്ടാമതായിട്ട് പ്രോജക്ട് റിപ്പോർട്ട് വേണം. DPR എന്ന് പറയാം, ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ടാണ്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ്, എവിടെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എത്രയാണ് അതിന്റെ ബഡ്ജറ്റ്, എത്രത്തോളം അതിനകത്ത് ഓപ്പറേഷണൽ എക്സ്പെൻസ് കാര്യങ്ങൾ വരും, അതേപോലെ എത്രത്തോളം ഒരു 1 year എക്സ്പെൻസ് വരും, നിങ്ങളുടെ സാലറി കാര്യങ്ങൾ കഴിഞ്ഞ് എത്ര എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്, അങ്ങനെയുള്ള എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയ ഒരു സ്റ്റഡി, ഒരു ഫീസിബിൾ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി
വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി വരും. ബട്ട് അതൊരു ചെറിയൊരു പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 5 lakhന്റെ ഇടയിലൊക്കെയാണ് ചെറിയ കാര്യം മതി. ഒരു 1 lakhനുള്ളിലാണെങ്കിൽ പിന്നെയും കുറച്ച് മതി. മോർ ദാൻ 10 lakh rupeesന് മുകളിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. അടുത്ത സ്റ്റെപ്പ് നമ്പർ 4 ബാങ്ക് ലോൺ. പ്രോജക്ട് റിപ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബാങ്ക് വഴി നമുക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്ക് വഴിയാണ് നമുക്ക് ഈ ലോൺ സാധ്യമാകുന്നത്. എല്ലാ ടൈപ്പ് പദ്ധതികൾക്ക് PMEGP ആണ്, മുദ്രയാണെങ്കിലും കേസറോ ആണെങ്കിലും എന്ത് ടൈപ്പ് പദ്ധതി ഗവൺമെന്റിന്റെ ആണെങ്കിലും നമുക്ക് ബാങ്കാണ് നമുക്ക് ലോൺ തരുന്നത്. അപ്പൊ നമ്മൾ ആസ് എ പ്രവാസി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു ബാങ്കുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും. ഏത് ബാങ്കായിട്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രസ്തുത ബാങ്കിൽ തന്നെ നമുക്ക് ലോണിന് പോയി കഴിഞ്ഞാൽ അവർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തരും. ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തായാലും അവർ ചെയ്തു തരും. ആൻഡ് 4th വൺ ലൈസൻസും ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുക. ലൈസൻസ് പല പാർട്ടുണ്ട്. ഫുഡിന്റെ ഒക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ ലൈസൻസ് കാര്യങ്ങൾ വേണം. ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചായത്തിന്റെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈസൻസിങ് പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 5-6 മാസത്തേക്ക് നമുക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാം. എനിക്കൊന്ന് 2 year എങ്ങനെ റൺ ചെയ്യാൻ തോന്നുന്നു. ബട്ട് പഞ്ചായത്ത് ലൈസൻസ് ഒക്കെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. 500 rupees ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതേപോലെ ഉദ്യം രജിസ്ട്രേഷൻ അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ എടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് norcaroots.org എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് വഴിയാണ്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി ഒരു ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ചെലവുകൾ ഏകദേശം ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് ഒരു 30 lakh rupees ആവും എന്ന് വിചാരിക്കാം. ഞാൻ 30 lakhs വെച്ചിട്ട് തന്നെ പറയുകയാണ്. മാർജിൻ മണി ജസ്റ്റ് ഒരു 10% നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു 3 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വേണം. അത് നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ഒരു പ്രവാസിയാകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഗൾഫിൽ നിന്ന് തന്നെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. 10% നിങ്ങൾ എന്തായാലും അതിനായിട്ട് നിങ്ങൾ കണ്ടുവെക്കണം. നിങ്ങളൊരു പ്രവാസിയാണ്, കണ്ടുവെക്കണം. ഒരു 3 lakh എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഫാമിലി അറിയാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ. അതുപോലെ തന്നെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫണ്ട് ഇവിടെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. തിരിച്ച് നമ്മൾ ജോലിയൊക്കെ നിർത്തി നാട്ടിൽ വരുമ്പോൾ നമ്മളെ കാണുന്ന ഒരു ഭാവം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യമുണ്ട്. പലതും നമ്മൾ എത്തുമ്പോൾ അതിന്റെ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഗൾഫിൽ ഇരുന്നിട്ട് നാട്ടിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിപൊളിയാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർ ഗൾഫിലേക്ക് ഇരിക്കുന്ന ആളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്നും നമ്മൾ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിയാൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോകാനായില്ലേ, ഒന്നും ചെയ്യുന്നില്ലേ, ഒന്നുമില്ലേ, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഒരു ചെറിയൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആവും. അതുകൊണ്ട് നേരത്തെ വെൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. നാട്ടിൽ വന്നിട്ട് ഈ പ്രോജക്റ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്നിട്ട് തന്നെ ഇവിടെ ആരെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരെ കൊണ്ട് പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഗൾഫിൽ ഇരുന്നിട്ട് തന്നെ നോർക്ക റൂട്ട്സ് വഴി അപ്ലൈ കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ കുറിച്ചുള്ള സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് സമയം നിർത്തി പോരണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു വർഷം മുമ്പേ ഒരു 10 minute 15 minute ഒക്കെ ഇരുന്ന് ഇതിനെങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ബിസിനസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പായിരിക്കും. പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ EMI അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, മാനേജബിൾ ആണ്. അതേപോലെ തന്നെ വരുമാനം, റവന്യൂവിനെ കുറിച്ച് പറയുമ്പോൾ സബ്സിഡി ആയിട്ട് നമുക്ക് ഒരു 3 ലക്ഷം ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഒരു 27 lakhs rupees നമുക്ക് ബാധ്യത വരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിലവിൽ ഒരു 3% കുറഞ്ഞ് കിട്ടും. അതിൽ അസറ്റ്സ് ക്രിയേറ്റഡ്, ഹൈ വാല്യൂവിൽ അസറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അടിപൊളിയാണ്. അറ്റ ആദായം, നെറ്റ് പ്രോഫിറ്റ് വളരെ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് PMEGP സ്കീമുകളിലൊക്കെ ചെയ്യാൻ പറ്റും, മുദ്രയിൽ ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള ആൾക്കാർക്ക് കേസറൂൽ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഒരു പെർസെന്റേജ് കിട്ടുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ പ്രവാസികൾക്ക് കുറച്ച് അധികം ബെനിഫിറ്റ് ആണുള്ളത്. എമൗണ്ട് കിട്ടുകയും ചെയ്യും, സബ്സിഡി ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഒരുമിച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സർക്കാരിന്റെ ആനുകൂല്യങ്ങളാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 15% സബ്സിഡി, പദ്ധതി തുകയുടെ 15%, പരമാവധി 3 ലക്ഷം രൂപ തിരികെ അടക്കേണ്ടില്ല. 3 ലക്ഷമാണ് മാക്സിമം കേട്ടോ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, അത് 3%. ആദ്യത്തെ 4 വർഷം കൃത്യമായിട്ട് തിരിച്ചടച്ച 3% പലിശ അളവ് നിങ്ങൾക്ക് ലഭിക്കും. 4 വർഷം അടക്കണം പ്രോപ്പറായിട്ട്. പ്രവാസ അനുഭവം ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു ചോദിക്കോ. വലിയൊരു അനുഭവം തന്നെയാണ്. 30 ലക്ഷം ലോൺ, 15% സബ്സിഡി, 3% ഇൻട്രസ്റ്റ് റിലീഫ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ നാട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം. ആ ഒരു പ്ലാനിൽ എല്ലാവരും ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് മനസ്സിൽ വെച്ചോളുക. എന്നിട്ട് പതിയെ ഭാവിയിൽ എപ്പോഴാണ് നാട്ടിൽ തിരിച്ചു വരുന്നത് ആ സമയത്ത് ഇവിടെ വന്നിട്ട് സ്പോട്ടിൽ വരുന്നു. നെക്സ്റ്റ് ഡേ മുതൽ അതിന്റെ പരിപാടി തുടങ്ങുന്നു. അടുത്ത 30 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാക്കുക. അപ്പൊ എല്ലാ പ്രവാസികളും വലിയ മുതൽക്കൂട്ടാണ്, അസറ്റ് ആണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ. എല്ലാവരെയും ഒരുപാട് നല്ല രീതിയിൽ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെ ആയിട്ട് മാറും. അതായത് ഒരു മൊത്തത്തിൽ എൻ്റയർ സൊസൈറ്റിക്ക് വലിയൊരു ഗുണകരമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രവാസ ജീവിതത്തിനെ കുറിച്ചിട്ട്, അനുഭവങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും വലിയൊരു ബൃഹത്തായ ഒരു അറിവ് തന്നെയായിരിക്കും. ലൈക്ക് ആരെങ്കിലുമൊക്കെ ബിസിനസ് ഇവിടെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കമന്റ് ചെയ്യുക. എനിക്ക് പറ്റിയാൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ലൈക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യാം. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.